നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവറി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുകയാണ്. അപ്പം എക്സാംസിന് ഏത് രൂപത്തിലാണ് മാർക്ക് വരുന്നത്, അതുപോലെ തന്നെ നമുക്കതിൽ മെയിനായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ് കോമൺ പേപ്പേഴ്സ്. അപ്പോൾ കോമൺ പേപ്പേഴ്സിന് ടോട്ടൽ മാർക്ക് എത്രയാണ്, എങ്ങനെയാണ് വാല്യൂഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ കോമൺ പേപ്പേഴ്സ് ആണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറും. ഈ ഒരു പേപ്പറിന് നമുക്ക് മെയിനായിട്ടും അറിയാം എക്സാംസിന് തിയറി പേപ്പേഴ്സിന് 70 മാർക്കാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ കോമൺ പേപ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് 70 മാർക്കല്ല 45 മാർക്കാണ് വരുന്നത്. അപ്പോൾ 45 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കതിൽ മെയിനായിട്ടും 4 സെക്ഷനായിട്ടാണ് എക്സാംസ് ഉണ്ടായിരിക്കുക. അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്നുള്ള രൂപത്തിലാണ് കോമൺ പേപ്പേഴ്സിന്റെ എക്സാംസ് വരാറുള്ളത്. അതിൽ സെക്ഷൻ എയിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ ബി ആണെങ്കിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അതായത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷൻ ബി എന്നുള്ള പാർട്ടിൽ വരാറുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ സിയിൽ നമുക്ക് 5 മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സ് ആണ് മെയിനായിട്ടും വരുന്നത്. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ആൻസേഴ്സ് എഴുതണം. അതുപോലെ സെക്ഷൻ ഡിയിൽ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ മെത്തേഡ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കോമൺ പേപ്പേഴ്സിന് എക്സാംസ് ഉണ്ടായിരിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല 45 മാർക്കിന്റെ എക്സാമിന് 2 മണിക്കൂറാണ് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോമൺ പേപ്പർ ആയതുകൊണ്ട് നമ്മളത് സിമ്പിൾ ആക്കി വിടരുത്. നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേപ്പർ തന്നെയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന പേപ്പർ, കോമൺ പേപ്പേഴ്സ് നമുക്ക് വരുന്നത്. അപ്പം എക്സാംസ് എഴുതുമ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസേഴ്സ് ഒക്കെ റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 1-2 തവണ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കോമൺ പേപ്പറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്